പക്ഷെ അംജുക്ക വന്നതിന് ശേഷം എന്റെ യൂട്യൂബിന് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഒട്ടും നല്ല ടൈമിൽ കൂടെ ഒന്നല്ല പോയിരുന്നിരുന്നത്. എനിക്ക് വീഡിയോ ഇടാനൊക്കെ ഭയങ്കര മടുപ്പും കാര്യം. പക്ഷെ അംജുക്ക വന്നതിന് ശേഷം വീഡിയോസ് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടാൻ തുടങ്ങി. കാരണം അംജുക്ക പറയും വീഡിയോ ഇടുന്നില്ലേ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി. പിന്നെ എനിക്ക് തന്നെ ഉള്ളിലൊരു സന്തോഷം വന്നു. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കുറച്ചും കൂടി ആക്റ്റീവ് ആയി തുടങ്ങി അംജുക്ക വന്നതിന് ശേഷം. ഒരു വീഡിയോ കോൾ ചെയ്തിട്ടുള്ള ഒരു റീല് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ അസ്ല ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോ എനിക്ക് അവിടെ അപ്പുറത്ത് നിന്നിട്ട് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കുന്ന പോലെയാണ് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തോന്നുക. എനിക്ക് തോന്നുന്നു അപ്പൊ ആൾക്ക് അവിടെ നിന്ന് ഒരു പവർ ഇങ്ങനെ ഫുൾ കൊടുത്തോണ്ടിരിക്കുക വീഡിയോ കോൾ. സത്യമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആയി പോകും. ഇപ്പോഴല്ല പക്ഷെ അംജുക്ക വരുന്ന സമയത്ത് ഞാൻ ഭയങ്കര മോശം സമയത്തിൽ കൂടി പോയിരുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്താ പറയാ, ഞാൻ ഭയങ്കര മെന്റലി ബ്രേക്ക് ഡൗൺ ആവുന്ന ടൈമുണ്ട്. ആ സമയത്ത് അംജുക്കാക്ക് ഹാൻഡിൽ ചെയ്യുന്ന പോലെ വേറെ ഒരാൾക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അവൻ എന്റെ കൂടെ ഇരുന്ന് എന്തൊക്കെ വന്നാലും എന്നെ ഇതുവരെ കണ്ടിട്ടില്ല, ഒന്നും നേരി കണ്ടിട്ടില്ല. വേണമെങ്കിൽ അംജുക്കാക്ക് അയ്യോ ഇതെന്താ ഇങ്ങനെ, ഞാൻ കാരണം പാസ്റ്റിൽ നിന്ന് ഇതുവരെ റിക്കവർ ആവാത്തൊരു വലിയ പ്രശ്നം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അംജുക്ക അത്ര ഒരു സപ്പോർട്ട് തന്നെ. അല്ലെങ്കിൽ വേറെ വല്ല ആൺകുട്ടികളോ ഇത് വലിയ ആ ഒരു സാധനം വെച്ചിട്ട് പോകും. പക്ഷെ അംജുക്ക അങ്ങനെ കൂടെ എല്ലാം കേട്ട് എനിക്ക് അതിൽ നിന്ന് തിരിച്ചു വരാൻ വലിയ സമയമൊന്നും വേണ്ടി വന്നില്ല. പിന്നെ ഞാൻ പാസ്റ്റിക്കുന്നല്ല ഒരു കാര്യം ആലോചിച്ചിട്ട് ഞാൻ ഇതുവരെ എനിക്ക് വിഷമം. ഇപ്പൊ എനിക്ക് കുറെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും മൈൻഡ് ചെയ്യേണ്ട പോലും ഇല്ല. കാരണം എനിക്കുണ്ട്, എന്റെ കൂടെ അംജുക്കുണ്ട്, എന്റെ ഫാമിലി ഉണ്ട്. പിന്നെ എന്താ എനിക്കിപ്പോ ഇനി ഒന്നും ഇല്ലാത്തില്ല. പിന്നെ ഞാൻ എന്താ ബോധറയാണ് ആ ഒരു സാധനം. എന്തായിരുന്നു ആള് പറഞ്ഞു തന്നോണ്ടിരുന്നത്? ലൈക്ക് മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു തന്നിരുന്ന കാര്യം? മോട്ടിവേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ലൈക്ക് എനിക്ക് അറിയാൻ പറ്റും ഹാൻഡിൽ ചെയ്തിരുന്ന അസ്ലയുടെ ആ ഒരു ടൈം ഒക്കെ. ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ മാക്സിമം ലിസൺ ചെയ്യാ. അംജുക്ക ഭയങ്കര ലിസണറാണ്. അംജുക്ക കേട്ടിരിക്കും. എന്ന് വെച്ചിട്ട് ഇപ്പൊ ചിലതൊക്കെ അംജുക്ക കേൾക്കുമ്പോൾ ചിലപ്പോൾ വിഷമാവുന്നുണ്ടാവും. പക്ഷെ അംജുക്ക കേട്ടിരിക്കുള്ളൂ. എന്നിട്ട് അംജുക്ക വീഡിയോ കോളിലാണെങ്കിലും നമുക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര ഒരു ക്രിഞ്ചായിട്ട് തോന്നും, ഇതെന്തത് പൈങ്കിലും. പക്ഷെ അങ്ങനെയല്ല. അംജുക്ക അവിടെ വീഡിയോ കോളിൽ അപ്പുറത്തിരുന്നിട്ടാണെങ്കിലും കുഞ്ഞി അവിടെ ഇരിക്ക്, ബ്രീത്ത് എടുക്ക്, വാ കൈ പിടിക്ക്, നോക്കട്ടെ, കുഴപ്പമില്ല, ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. ഈ ഒരു സാധനം ഉണ്ട്. പാനിക് അറ്റാക്ക് പോലെയൊക്കെ വരുമ്പോ മെയിൻ ആയിട്ട് നമ്മളിങ്ങനെ ചോദിക്കുന്നത് എന്താ പറ്റിയ, ഇതൊന്നും അല്ല. നമ്മൾ മാക്സിമം ആളിനെ റിലാക്സ് ചെയ്യാൻ നോക്കുക, കാം ചെയ്യാൻ നോക്കുക, എന്നിട്ട് അതിലോട്ട് സംസാരിക്കുക. ആഫ്റ്റർ എവറിത്തിങ് ഷീ ഗോട്ട് സെറ്റിൽഡ്, അത് കഴിഞ്ഞിട്ടാണ് കാര്യം ഡീൽ ചെയ്യുക. കാരണം മോളുടെ ഒരു സ്വഭാവം വെച്ചാൽ എന്തെങ്കിലും വിഷമം തട്ടിയാൽ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് പറയത്തൊന്നുമില്ല. പക്ഷെ ചില സംസാരിക്കുന്ന ഇടറിയാലോ ഒരു നോട്ടോ അതൊക്കെ അങ്ങനെയാണ്. ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കില്ല. പക്ഷെ എന്നെ അറിയുന്നവർക്ക് മാത്രം പുറമെന്ന് കാണുമ്പോൾ മനസ്സിലായി. ഞാൻ പെട്ടെന്ന് ഭയങ്കര സൈലന്റ് ആവും, എനിക്ക് സംസാരിക്കാൻ പറ്റാണ്ടാവും, എനിക്ക് അങ്ങ് ബ്രീത്തിങ് ഇഷ്യൂസ് വരും. അങ്ങനെയൊക്കെയാണ് എനിക്ക് കൂടുതലും വരാറ്. അംജുക്കാക്ക് അത് എന്നെ മുന്നേ അറിയൂല, പരിചയമില്ല, ഒന്നുമില്ല. പക്ഷെ പെട്ടെന്ന് അംജുക്കാക്ക് അത് ഇതാവും. ആ ഒരു രീതിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വീഡിയോ കോളിൽ അതാ ഞാൻ പറഞ്ഞത്. എനിക്കപ്പോ വീഡിയോ കോള് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്നെ ഭയങ്കര ഏറ്റവും കൂടുതൽ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ലോങ് ഡിസ്റ്റൻസ്. പക്ഷെ നമ്മൾ ഇതുവരെ കാണാത്ത പോലും ആൾക്കാർക്ക് അത് ഭയങ്കര ഡീപ്പായിട്ട് വന്നേക്കുന്നത്. ഞങ്ങൾക്ക് അതിന് ലോങ് ഡിസ്റ്റൻസ് ആണെന്ന് തോന്നിയിട്ട് ഓക്കെ, നേരി കണ്ടിട്ടില്ല, ഫിസിക്കൽ പ്രസൻസ് ഇല്ല. പക്ഷെ നമ്മൾ തമ്മിലൊരു ഏറ്റവും കൂടുതൽ ഞാൻ എന്താ പറയാ ആഗ്രഹിക്കുന്നത് ഇമോഷണൽ സപ്പോർട്ടാണ്. എനിക്ക് വേറെ ഒരു സപ്പോർട്ടിനേക്കാളും കൂടുതൽ വേണ്ടത് ഇമോഷണൽ സപ്പോർട്ട്. അത് അംജുക്ക ആവശ്യത്തിൽ അധികമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിന്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അതുപോലെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞാൽ അതൊരു ബ്രേക്കപ്പിനുള്ള ഒരു ചാൻസും കൂടെ കുറെ പേര് റിലേഷൻഷിപ്പിൽ നമ്മളത് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നിങ്ങളിപ്പോ ഇത്രയും അത് നേരിട്ട് കണ്ടിട്ട് പോലും മാരേജിലേക്ക് വരെ എത്തി നിൽക്കുക, അവർക്ക് എന്താ ഒരു അഡ്വൈസ് കൊടുക്കാനുള്ള? ആക്ച്വലി അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും അവർക്കും. അതെ, മെയിൻ ആയിട്ട് കമ്മിറ്റഡ് ആയിരിക്കുക, ഓണസ്റ്റ് ആയിട്ടിരിക്കുക. പിന്നെ ഈ പ്രേമം പോലല്ല, ഇറ്റ്സ് അബൌട്ട് മാരേജ്. നമ്മൾ നേരെ വന്നിട്ട് ആദ്യം പറഞ്ഞത് ഓക്കെ വൺസ് വി ഓൾ ഗോട്ട് സെറ്റ് ആയപ്പോൾ നമ്മൾ പറഞ്ഞ വേറെ ഒന്നും വേണ്ട, നമുക്ക് സ്ട്രേറ്റ് ഫോർവേഡ് നിക്കാഹ് ചെയ്ത് കളയാം. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ എൻ്റെ വീട്ടുകാർക്ക്, എൻ്റെ മമ്മിക്ക് ഞാൻ ഉണ്ടായതെന്ന് പറഞ്ഞ ഒരു കല്യാണം കഴിഞ്ഞ ഒരു 5-6 കൊല്ലം ശേഷം ഞാൻ ഉണ്ടായത്. അപ്പൊ അവർക്ക് അത്രയും ഡ്രീമും കാര്യങ്ങളുണ്ട്, എൻ്റെ കല്യാണം എങ്ങനെ ആവണം, അത്ര ഇതാണ്, മൂത്ത മോനാണ്. സോ അങ്ങനെ വീട്ടുകാരുടെ ഇത് പ്രകാരമാണ് ബാക്കിയുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ പോയത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ അംജുക്കാക്ക് സത്യം പറഞ്ഞ മാരേജ് എന്നുള്ള കോൺസെപ്റ്റ് എനിക്കില്ലായിരുന്നു. സത്യം പറഞ്ഞ കല്യാണം കഴിക്കണം തീരെ ഇല്ല. അംജുക്കാട് ഒരു ഇത് വെച്ചിട്ട്
ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ഒരു മാരേജ് എന്ന് പറഞ്ഞൊരു സാധനം, എന്തിനാണ് അതിൽ ആവശ്യമില്ലല്ലോ. ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു അംജുക്കാക്ക്. അതാണ് 31 വയസ്സ് വരെ അംജുക്ക കല്യാണം കഴിക്കാതെ ഇരുന്ന് മെയിൻ കാര്യം എന്തിനാ ലവ് പോരെ എന്നുള്ളൊരു സാധനമായിരുന്നു. പിന്നെ അംജുക്കാക്ക് പിന്നെ ജോലി കാര്യം ആ സൈക്കിളിൽ ഇങ്ങനെ പോയപ്പോ പിന്നെ മനസ്സിലായി എനിക്ക് ഒരാള് വേണം. ഇങ്ങനെ ഒരു പോയിന്റ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം നമുക്ക് തന്നെ മനസ്സിലാവും ഇനി അങ്ങോട്ട് ഈ ഒറ്റപ്പെട്ട ജീവിതമല്ല ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ളൂ. നമുക്ക് നമ്മളായിട്ടുള്ള ഒരു ഹാപ്പിനെസ്സും കാര്യം വേണമെങ്കിൽ ഒരാളായിട്ട് ഷെയർ ചെയ്യണം. ഏറ്റവും ബെസ്റ്റ് ഒരു പാർട്ട്ണറാണ്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയത് ഏറ്റവും കൂടുതൽ ഈ ബ്രേക്കപ്പ് വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പ്രേമിക്കുന്ന സമയത്ത് പൊസസീവ്നെസ് എന്നുള്ള സാധനം ഭയങ്കര തൊട്ടടുത്തിരിക്കുമ്പോൾ തന്നെ പൊസസീവ്നെസ് എന്നുള്ള സാധനം ഉണ്ടായിരിക്കും. അപ്പൊ ഈ ദൂര സ്ഥലത്ത് പോകുമ്പോ അറിയുന്നില്ല ആളെന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു. അപ്പൊ ഉള്ളിന് ഭയങ്കര ഇൻസെക്യൂരിറ്റീസ് വരും. ഈ ഇൻസെക്യൂരിറ്റീസ് ഇല്ലാതാക്കി കൊടുക്കേണ്ടത് പാർട്ട്ണർക്കും ഒരു മെയിൻ കടമയാണ്. എന്നുവെച്ചാൽ സംശയരോഗം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു പരിധി വരെ പൊസസീവ്നെസ് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. നമ്മൾ ഒന്നും വിശേഷം കാര്യം അറിയിക്കില്ല. ഞാൻ എവിടെ പോയാലും ബാത്റൂമിൽ പോയാൽ പോലും അറിയിക്കുന്നല്ല. പക്ഷെ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പോയി ഇത് ചെയ്തു ഓപ്പൺ ആയിട്ട് പറയാം, ഓപ്പൺ ആയിട്ടിരിക്കാം. കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഭയങ്കര വലിയ ഫാക്ടറാണ്. പിന്നെന്ന് പറയുന്നത് ഒരു എഫേർട്ട് എടുക്കണം. ഇപ്പൊ ടൈം ഡിഫറൻസ് ഉണ്ടാവും 5.5 മണിക്കൂർ. രണ്ടുപേരും ഒരു എഫേർട്ട് എടുത്തില്ലെങ്കിൽ അവിടെ സംസാരിക്കാൻ ഒരിക്കലും പറ്റും. നമ്മളിവിടെ രാവിലെ ആകുമ്പോൾ അവിടെ രാത്രി, അങ്ങനൊക്കെ സമയം ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് പറഞ്ഞു ഇങ്ങോട്ട് വിളിക്കട്ടെ ഇരുന്ന്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ടയേർഡാണ് എനിക്കിപ്പോ ഇതല്ലല്ലോ സമയം എന്നൊക്കെ പറഞ്ഞ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും അത് മുന്നോട്ട് പോകത്തില്ല. നമുക്ക് എപ്പോഴും ആ ഒരാളുടെ കൂടെ അയാൾ ഉണ്ട് എന്നുള്ളൊരു സാധനം വരുത്തി തീർക്കണം. പിന്നെന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ആണ്, മനസ്സിലാക്കുക. ഇപ്പൊ അംജുക്ക് ചില സമയത്ത് ഇപ്പൊ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉള്ള സമയത്ത് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അംജുക്ക് രാവിലെ മൊത്തം ഉറക്കായിരിക്കും. കാരണം എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല. എത്ര വെച്ചിട്ട് ഒരു മനുഷ്യന് ഫുള്ള് ആ പണി കഴിഞ്ഞിട്ട് അപ്പൊ ഉറങ്ങുമായിരിക്കും. അപ്പൊ നൈറ്റ് ഷിഫ്റ്റ് ഉള്ള സമയത്ത് എനിക്ക് കിട്ടാറേ ഇല്ല അംജുക്കാനെ, കുറവാണ്. പക്ഷെ ഓരോ ഉറക്കത്തിന്റെ ഇടയിൽ പുള്ളി വിളിക്കും, ഉറങ്ങി എന്നിട്ടിട്ട് വിളിക്കും വെക്കും. അതിൽ സംസാരം ഭയങ്കര കുറവായിരിക്കും. അപ്പൊ അതും മനസ്സിലാക്കാം. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ്മെന്റ് വേണം. എന്തൊക്കെ വന്നാലും എപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ രണ്ട് വീട്ടിൽ നിന്നും രണ്ട് സാഹചര്യത്തിൽ നിന്ന് വരുന്നവരും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണം. അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പൊ എനിക്ക് ഇത്രയും കഥകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സ് വരുന്നത് തന്നെ അംജുക്ക് ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ട് ഈ സംഭവങ്ങൾ കാണിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പോയിന്റിൽ രണ്ടുപേർക്കും കല്യാണം വേണം, ഒരു പാർട്ട്ണർ വേണം എന്ന് തോന്നിയത് കൊണ്ട് കൂടെയാണ് ആ ഒരു അത്രയും സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നതെന്നാണ് ഇത്രയും നേരം സംസാരിച്ചപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം. അംജുക്കാക്ക് ഒരു പേരും വന്നിട്ടുണ്ട്, ഉമ്മച്ചൻ. അതെ 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 ഉമ്മച്ചൻ. പക്ഷെ എനിക്കതൊരു എന്താ പറയാ നെഗറ്റീവ്. കാരണം ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ഞാൻ 4 മാസം ഇതുവരെ കാണാത്ത ഒരാളാണ്. പെട്ടെന്ന് കണ്ടപ്പോ ഇത്ര നാൾ അടുക്കി വെച്ച ആ സ്നേഹം മൊത്തം. പിന്നെ ഞാൻ കാണിച്ച സ്നേഹം പറഞ്ഞ ആ കണ്ടുകൂട്ടി ആ ടൈമിലും പിന്നെ ഞങ്ങളുടെ കല്യാണത്തിലും രംഗോലിക്കും. ദാറ്റ് വാസ് അവർ ഹാപ്പി മൂമെന്റ്. അത്രമാത്രം ഞാൻ വേറെ ഒന്നുമല്ല നോക്കിയത്. ഞാൻ എന്റെ ഹിലമോളെ മാത്രമാണ് നോക്കിയിട്ടുള്ളത്. നമ്മുടെ കല്യാണത്തിനല്ലാണ്ട് പിന്നെ ആരെ കല്യാണം നമ്മൾ കൂടുതൽ സന്തോഷമാവും. അത് കൂടുതൽ എക്സ്പ്രസ് ഉമ്മച്ചനായാലും എന്താ ഞാൻ എന്റെ സ്വന്തം ഭാര്യനെ ഉമ്മ വെച്ചത്. പിന്നെന്ന് പറയുന്നത് അംജുക്ക എന്നുള്ള ഒരാള് വെറും 4 മാസത്തിനുള്ളിൽ ഈ പെൺകുട്ടിനെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ഞാനൊരു ഈ ആൺകുട്ടിനെ കല്യാണം കഴിക്കാന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും സ്നേഹം ഡീപ്പായിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് കുറെ കാലം ചുമ്മാ പ്രേമിച്ച് നടക്കാം. അത് കഴിഞ്ഞിട്ട് അങ്ങനൊന്നല്ല, നമുക്ക് നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ടാണ് ഈ പെട്ടെന്ന് തന്നെ നമ്മൾ കല്യാണം നടത്തുന്നതാണെങ്കിലും കാര്യങ്ങളും. പിന്നെ ഒരിക്കലും എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. അംജു എന്നുള്ള ഒരാള് ഞാനിപ്പോൾ പറയാം, അംജു എന്നുള്ള ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും. അത് അവൻ്റെ സ്നേഹമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, വിഷമമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അംജു എക്സ്പ്രസ് ചെയ്യാനുള്ള പോലെ തന്നെ എക്സ്പ്രസ് ചെയ്യും. ഇനിയിപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാലും ശരി, ആരെ മുന്നിലാണെങ്കിലും അംജുവിന് എന്നെ ചേർത്ത് പിടിക്കാൻ അംജുവിന് ഒരു മടിയുമില്ല, ഒന്നുമില്ല. കാരണം അവന്റെ കൊച്ചാന്ന് അവനക്കൊരു ഇതുണ്ട്. അവനെനിക്ക് തന്നൊരു വാക്കുന്നുണ്ട്, അവൻ ലൈഫ് ലോങ് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഉണ്ടായിരിക്കുന്നുള്ളതാണ്. മാറ്റിയാലും ആൾക്കാർ പറയാ അപ്പ കാണിച്ചതൊക്കെ അഭിനയായിരുന്നു. ഉറപ്പായിട്ടും എന്ത് വേണം പറഞ്ഞിട്ട്. കാരണം ഞാൻ വളർന്ന സാഹചര്യം എന്റെ പപ്പായും മമ്മിയും അത്രമാത്രം സ്നേഹിച്ചിട്ടാണ് എന്നെ വളർത്തിയിരിക്കുന്നത്. അതിന്റെ ഇതാണ് ഞാൻ കാണിക്കുന്നത്. അംജുഖാന് 5-6 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് ഉണ്ടായത് കാത്തിരുന്ന് കിട്ടിയ കുട്ടി. അപ്പൊ മാക്സിമം ഇപ്പോഴും അവര് പറയുന്നത് അവരുടെ ഏറ്റവും പ്രഷ്യസ് ആണ്, അല്ലെങ്കിൽ ട്രഷർ ആണ് അംജുഖ എന്ന് പറയുന്നത്. അപ്പൊ അംജുഖാനെ അങ്ങനെ സ്നേഹിച്ചാകുമ്പോൾ അംജുഖാക്ക് എന്താ തിരിച്ചും അംജുഖാടെ സിബ്ലിങ്സ് എന്നേന്നല്ല, അംജുഖാടെ സിബ്ലിങ്സ് ആയിക്കോട്ടെ, അംജുഖാടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എല്ലാവരോടും അംജുക്ക ഒരു പ്രത്യേക സ്നേഹമാണ് കാണിക്കുന്നത്. വീഡിയോസിൽ കാണുന്നുണ്ടായിരുന്നു എല്ലാവരോടും ആ ഒരു ഇതാ കാണിക്കുന്നത്. അത് അംജുക്ക എന്നുള്ള ക്യാരക്ടർ അങ്ങനെയാണ്. ഇപ്പോ എനിക്ക് ഈ കമന്റ്സ് വായിച്ചു നോക്കിയപ്പോൾ തോന്നിയത് ഒരു തരം ഫ്രസ്ട്രേഷൻ ആണ് ആൾക്കാർക്ക്. നമ്മൾ ഇതുവരെ ബാക്കിയുള്ള ഭാര്യയും ഭർത്താവ് എന്ത് ചെയ്യുന്നു, അവരെങ്ങനെയും നമ്മൾ നോക്കാൻ പോവാറില്ല. നമുക്ക് തന്നെ സ്വന്തം ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ അംജു എന്ന് പറയുന്നത് അംജുയുടെ ഭാര്യനെ ഇങ്ങനെ തന്നെയാണ്. അതിപ്പോ ഇനിയിപ്പോ എന്ത് പേര് വിളിച്ചു കഴിഞ്ഞാലും
അംജു എന്നുള്ളൊരു ക്യാരക്ടർ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല.